പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് വിചിന്തനം ചെയ്യുന്ന തിരുവചനം യേശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. മനുഷ്യരായ നാം എല്ലാവരും പല വിധത്തിൽ അസ്വസ്ഥരും ഉത്കണ്ഠാകുലരും ആണ്. എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ വിഷമിക്കുമ്പോൾ നമ്മുടെ സ്നേഹനിധിയായ യേശുനാഥൻ പറയുകയാണ്, ഭയപ്പെടേണ്ട. കർത്താവ് യേശയ്യാ പ്രവാചകനിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. റോമ 9:6 വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വചനത്തിൽ ആശ്രയിക്കുന്നവൻ ജീവിതത്തിൽ വിജയം കണ്ടെത്തും. 1 തിമോത്തി 4:9 വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ സുഭാഷിതം 6:22 പറയുന്നത്, വചനം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. യേശയ്യ 55:10-11 തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങളെ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയകരമായി അത് പൂർത്തിയാക്കും. യേശയ്യ 40:31 തിരുവചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയും ഇല്ല. സങ്കീർത്തനം 37:5 പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. നാം പലവിധത്തിൽ ജീവിത ഭാരത്താൽ തളർന്നവരാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്ന്. മത്തായി 11:28 യേശു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. നാം വിശ്വാസത്തോടെ നമ്മുടെ ഉത്കണ്ഠകളും പ്രയാസങ്ങളും ആകുലതകളും ജീവിതഭാരവും എല്ലാം യേശുവിനെ ഏൽപ്പിക്കുമ്പോൾ യേശു അതെല്ലാം ഏറ്റെടുക്കുകയും നമ്മുടെ ഭാരം ലഘുവായി അനുഭവപ്പെടുകയും ചെയ്യും. സുഭാഷിതം 3:5 തിരുവചനം പറയുന്നു, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നാം വചനം വായിക്കുന്നവരും ധാരാളം വചനം കേൾക്കുന്നവരുമാണ്. എന്നാൽ വചനത്തിൽ പൂർണ്ണമായ വിശ്വാസം നമുക്ക് ഇല്ല. നാം നമ്മുടെ ബുദ്ധിയെ ആശ്രയിച്ചാണ് പലപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ടാണ് നാം ഉത്കണ്ഠാകുലരായി മാറുന്നതും. യോഹന്നാൻ 14:1 യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. നമുക്ക് യേശുവിൻ്റെ വചനങ്ങളിൽ ആഴത്തിൽ വിശ്വസിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.